വാർത്തകളിലേക്ക് വിശദമായി. ബാർക്കോഴ കേസിൽ ഹൈക്കോടതി പരാമർശങ്ങളെ തുടർന്ന് ധനമന്ത്രി കെ.എം. മാണി രാജിവെച്ചു. കെ.എം. മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടനും രാജിക്കത്ത് കൈമാറി. എന്നാൽ കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും മന്ത്രി പി.ജെ. ജോസഫ് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ല. യു.ഡി.എഫിനുള്ള എല്ലാ പിന്തുണയും തുടരുമെന്ന് രാജിവെച്ച ശേഷം കെ.എം. മാണി അറിയിച്ചു. നിയമവ്യവസ്ഥയോട് ഉള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി നിയമമന്ത്രി എന്നുള്ള നിലയിൽ നിയമവ്യവസ്ഥയോടുള്ള ആദരവ് സൂചകമായി ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഇതിനാൽ രാജിവെക്കുന്നു. രാവിലെ മുതൽ തുടങ്ങിയ അത്യന്തം നാടകീയമായ രംഗങ്ങൾക്കൊടുവിലാണ് ധനകാര്യമന്ത്രി കെ.എം. മാണി രാത്രി 8 മണിയോടെ മന്ത്രിസ്ഥാനം രാജിവെച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. ഹൈക്കോടതി പരാമർശങ്ങളുടെ പേരിൽ രാജിക്കില്ലെന്ന് ആദ്യം നിലപാടെടുത്ത കെ.എം. മാണി യു.ഡി.എഫ് നേതൃത്വത്തിന്റെ കടുത്ത നിലപാടിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. രാജിയെങ്കിൽ സർക്കാർ തന്നെ താഴെ വീഴുമെന്ന മുന്നറിയിപ്പ് ഒരു ഘട്ടത്തിൽ കെ.എം. മാണി നൽകി. എന്നാൽ യു.ഡി.എഫ് നേതൃത്വവും ഘടകകക്ഷികളും ഇതിന് വഴങ്ങിയില്ല. താൻ രാജിവെക്കണമെങ്കിൽ പി.ജെ. ജോസഫും തോമസ് ഉണ്ണിയാടനും രാജിവെക്കണമെന്ന നിലപാട് പാർട്ടി സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കെ.എം. മാണി ഉയർത്തി. കടുത്ത എതിർപ്പായിരുന്നു ഇതിന് നേരിടേണ്ടി വന്നത്. ആന്റണി രാജു, മോൻസ് ജോസഫ്, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയവർ പി.ജെ. ജോസഫ് രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് തുറന്നടിച്ചു. പി.ജെ. ജോസഫ് മാണിയുടെ അഭ്യർത്ഥന തള്ളിയതോടെ കെ.എം. മാണി പ്രതിസന്ധിയിൽ. 5 MLA-മാരെ രാജിവെപ്പിക്കാമെന്ന നിർദ്ദേശമുയർന്നെങ്കിലും ഒടുവിൽ കെ.എം. മാണിയും ഉണ്ണിയാടനും രാജിവെക്കട്ടെ എന്ന നിലപാട് കേരള കോൺഗ്രസ് സ്വീകരിക്കുകയായിരുന്നു. കെ.എം. മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് താൻ രാജിവെക്കുന്നതെന്ന് ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. ബഹുമാനായ പാർട്ടി ലീഡർ മാണി സാറിന്റെ രാജിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് എന്ന പദവി നിന്ന് രാജിവെക്കുകയാണ്. ജനറൽ സെക്രട്ടറി ജോസഫ് എം പുതുശ്ശേരി, റോഷി അഗസ്റ്റിൻ MLA എന്നിവർ ചേർന്നാണ് രാജിക്കത്ത് യു.ഡി.എഫ് യോഗത്തിനിടയിൽ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. കെ.എം. മാണിയുടെ രാജി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ചെറുതാകില്ല. വരും ദിവസങ്ങളിൽ അതിന്റെ പ്രതിഫലനങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടാകും. ടീം റിപ്പോർട്ടറിനോടൊപ്പം രതീഷ്, തിരുവനന്തപുരം.